നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ചു മാസങ്ങളായി യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആയി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ധ്രുവ് റാഠി. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വാട്സാപ്പ് സ്റ്റാറ്റസുകളിലും മറ്റും നിറയുകയാണ് ഈ ചെറുപ്പക്കാരൻ. സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ച് കാണരുത് എന്ന ധ്രുവ് റാഠിയുടെ പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി. തെരഞ്ഞെടുപ്പിന് മുൻപും പ്രചാരണ വേളയിലും രാജ്യത്തെ പൊതുജനത്തെ സ്വാധീനിച്ച യൂട്യൂബറാണ് ധ്രുവ്. കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ധ്രുവിന്റെ വീഡിയോകൾ. കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ധ്രുവിന്റെ വീഡിയോകൾക്ക് ഉണ്ടായിരുന്നത്. ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവ് ചെയ്ത വീഡിയോ ഇതിനോടകം കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വീഡിയോ ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നു. 21.5 മില്യൺ പേരാണ് 29കാരനായ ഹരിയാന സ്വദേശിയായ ധ്രുവ് റാഠിക്ക് യൂട്യൂബിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. ഓരോ വീഡിയോയും വൈറൽ. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ 16 മില്യൺ ആളുകളെ വരെ വീഡിയോ കാണിക്കുന്നുണ്ട്. ധ്രുവിന്റെ വീഡിയോകൾ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാണ്. നേരത്തെയുള്ള കണക്കുകൾ പ്രകാരം ഇൻസ്റ്റാഗ്രാമിൽ 4.5 കോടിയും യൂട്യൂബിൽ 5.5 കോടിയും റീച്ച് എത്തി. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളെക്കാൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതൽ റീച്ച് ലഭിക്കുന്നത് വാട്സാപ്പിനാണ്. അതിനാലാകാം വാട്സാപ്പ് ചാനലിന് ഇനി മുതൽ ധ്രുവ് പ്രാധാന്യം കൊടുക്കുന്നത്. തമിഴ്, തെലുങ്ക്, ബംഗാളി, മറാത്തി, കന്നഡ ഭാഷകളിലാണ് പുതിയ യൂട്യൂബ് ചാനലുകൾ വരുന്നത്. തുടർന്ന് മലയാളം, ഗുജറാത്തി, ഒഡിയ ഭാഷകളിലും പരീക്ഷിക്കാൻ വാട്സാപ്പ് ചാനലുകൾക്ക് പദ്ധതിയുണ്ടെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.